CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന് പിന്തുണയുമായി P. ജയരാജൻ. രാഗേഷിനെതിരായ പ്രചാരണം വസ്തുതാവിരുദ്ധവും ആസൂത്രിത രാഷ്ട്രീയ നീക്കവുമെന്ന് ജയരാജൻ. രാഗേഷ് പാർട്ടിയുടെ പ്രതിനിധിയും പ്രതീകവുമാണ്. രാഗേഷിനെതിരെ നടക്കുന്ന ഹീനമായ കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പാർട്ടിയെ സ്നേഹിക്കുന്നവർ തയ്യാറാകണമെന്നും P. ജയരാജന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. നിഖിലാണ് വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, എന്താണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ P. ജയരാജൻ പറയുന്നത്? സ്വാതി, ഏതായാലും KK രാഗേഷിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വശത്ത് വലിയ വിമർശനങ്ങൾ വരുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് കീഴിലൊക്കെ വലിയ വിമർശനങ്ങൾ വരുന്നു. അതിനൊപ്പമാണ് KK രാഗേഷിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആക്കിയതിൽ പാർട്ടിയുടെ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് കാണിച്ച ഒരു പരാതി ജനറൽ സെക്രട്ടറിക്ക് നൽകി എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ KK രാഗേഷിന്റെ പിന്തുണയുമായി P. ജയരാജൻ രംഗത്തെത്തുന്നത്. ഇപ്പോൾ നടക്കുന്ന ഈ വിമർശനങ്ങൾ അത് KK രാഗേഷ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയല്ല, പാർട്ടിയെ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നാണ് P. ജയരാജൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഒരു വ്യക്തിയെ ലക്ഷ്യമിടുന്നത് പോലെ തോന്നിപ്പിക്കുന്ന ഈ പ്രചാരണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം CPIMനെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ദുർബലപ്പെടുത്തുക എന്നാണ് P. ജയരാജൻ പറഞ്ഞു വെക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകരും വിമർശനത്തിന് അതീതരല്ല, എന്നാൽ വിമർശനവും കെട്ടിച്ചമച്ച നുണപ്രചരണവും രണ്ടാണ്. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക്, LDFനുണ്ടായ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ വ്യാപകമായി ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അത് KK രാഗേഷ് എന്ന വ്യക്തിയെ ആണ് ലക്ഷ്യമിടുന്നതെന്ന് തോന്നുമെങ്കിലും CPIMനെ ആകെ ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമാണ് എന്നുള്ളതാണ് ആ വിഷയത്തിൽ P. ജയരാജൻ പറയുന്നത്. മറ്റൊന്ന്, ഈ ദേശീയ നേതൃത്വത്തിന് KK രാഗേഷിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. അതിൽ P. ജയരാജൻ എടുത്തു പറയുന്നത് KK രാഗേഷിന്റെ ഈ പ്രവർത്തന പാരമ്പര്യം തന്നെയാണ്. പാർട്ടി അംഗമായും ജില്ലാ കമ്മിറ്റി അംഗമായും സംസ്ഥാന കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു. അതിനൊപ്പം തന്നെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി അതിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് പ്രവർത്തിച്ചു. അങ്ങനെയൊക്കെ പൊതുപ്രവർത്തന രംഗത്ത് വളരെ സജീവമായി നിന്ന, പാർട്ടിയുടെ സംഘടനാ തലങ്ങളിൽ വളരെ സജീവമായി നിന്ന ശേഷമാണ് KK രാഗേഷ് CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി എത്തുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നു. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു കാര്യം, CPIMന്റെ പ്രവർത്തനം ഒരിക്കലും വ്യക്തി കേന്ദ്രീകൃതമല്ല, അത് കൂട്ടായ നേതൃത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു വ്യക്തിക്ക് മാത്രമായി അങ്ങനെ ഒരു ഉത്തരവാദിത്വമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വ്യക്തിയെ മാത്രം ഒറ്റുതിരിഞ്ഞ് ആക്രമിക്കേണ്ട സാഹചര്യമില്ല. ഇത് പാർട്ടിയെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് P. ജയരാജൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഏതായാലും KK രാഗേഷിന് പിന്തുണയുമായി അദ്ദേഹം എത്തുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ് ഈ ഘട്ടത്തിൽ. അത് തന്നെയാണ് നിഖിൽ. വലിയ വിമർശനങ്ങളും ഒരു വശത്ത് KK രാഗേഷിനെതിരെ ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് P. ജയരാജൻ പൂർണ്ണ പിന്തുണയുമായി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ രംഗത്ത് എത്തിയിരിക്കുന്നത്.